CPM-ന്റെ അതിർത്തിയെ തുടർന്നാണ് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തണമെന്ന് CPM നിർദ്ദേശം പ്രേംകുമാർ അനുസരിച്ചില്ല. ആശാ സമരത്തിന് അനുകൂലമായ പരാമർശവും തിരിച്ചടിയായി. ഈ ഒരർത്ഥത്തിൽ വിചിത്രമാണ്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി പോലൊരു സ്ഥാപനത്തിന് തലപ്പത്തിരിക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം ഉണ്ടാവും. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന് താല്പര്യമുള്ള ഒരാളെ അവിടെ വരും നമുക്ക് പൊതുവെ അറിയാം. പക്ഷേ അങ്ങനെ ഒരാളോട് ഒരു ഇലക്ഷൻ ക്യാമ്പയിന് പോകുമെന്ന് ഒരു പുരോഗമന പ്രസ്ഥാനമായി CPM പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്, അത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും. അപ്പോൾ അത് ചെയ്തില്ല എന്നടക്കം താല്പര്യക്കുറവ് വന്നതിന്റെ പേരിലാണോ ഇതൊക്കെ സംഭവിച്ചത്? പ്രേംകുമാർ പോയില്ലെന്ന് മാത്രമല്ല, പ്രേംകുമാറിന് ചുമതല പാർട്ടി നിർദ്ദേശിച്ചത് സാംസ്കാരിക പ്രവർത്തകരെയും സിനിമാ പ്രവർത്തകരെയും ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ നിലമ്പൂരിലേക്ക് എത്തിക്കണം, M. സ്വരാജിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യണം. കാരണം M. സ്വരാജും പാർട്ടിയുടെ അത്തരത്തിലൊരു സാംസ്കാരിക ബഹുമായിട്ട് അവതരിപ്പിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അത്തരത്തിൽ നേതാക്കൾക്ക് ഉപരിയായിട്ട് സിനിമാ രംഗത്തെ പ്രമുഖരായ ആളുകളെയൊക്കെ എത്തിച്ച് ഒരു സാംസ്കാരിക രംഗത്തെ ആളുകളെ കൊണ്ട് കൊഴിപ്പിക്കണമെന്നൊരു നിർദ്ദേശം പ്രേംകുമാർ കൊടുത്തിരുന്നു. അത് പ്രേംകുമാർ അനുസരിച്ചില്ല, അത് ഗൗനിച്ചില്ലെന്നുള്ള ഒരു വികാരമാണ് പാർട്ടിക്കകത്തുള്ളത്. ആശാസമരവുമായി ബന്ധപ്പെടുത്തി ചില പരാമർശങ്ങളാണ് പുറത്തു പോകാൻ കാരണമെന്ന് ആദ്യം ചില സൂചനകളുണ്ടെങ്കിലും അങ്ങനെയല്ല, നിലമ്പൂരിൽ എത്തണം, അവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പ്രേംകുമാറും ഒപ്പം തന്നെ പ്രേംകുമാറിനോട് പോലെയുള്ള ചലച്ചിത്ര പ്രവർത്തകരും നിലമ്പൂരിലേക്ക് എത്തി പ്രചാരണങ്ങളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ അത് അല്പമെങ്കിലും ഒരോട്ട്, കാരണം അവിടുത്തെ വലിയ പോരാട്ടമാണ്. അതുകൊണ്ടാണല്ലോ M. സ്വരാജിനെ തന്നെ അവിടെ മത്സരിപ്പിക്കാനിറക്കിയത്. എങ്ങനെയെങ്കിലും PV അൻവറിനെ തളപറ്റിക്കണം, PV അൻവറിനെ എതിർക്കണമെന്നുള്ള ഒരു ചിന്ത അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോരാട്ടത്തിൽ ഒപ്പം നിന്നില്ല എന്നുള്ള വികാരമാണ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ചലച്ചിത്ര അക്കാദമിയുടെ പൂർണ്ണമായ ചുമതല കൊടുക്കാതെ ഇപ്പോൾ ഒഴിവാക്കുന്നത്. എന്നോട് അടൂർ സാറാണ് കൃത്യമായി പറഞ്ഞത്, ഇല്ല റസൂൽ, നീ നിശ്ചയമായിട്ടും അത് എടുക്കണം, ഒന്നും ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, അവിടെ വരണം. കാര്യം അത് നീ വരുന്നത് തന്നെ ഒരു മറ്റുള്ളവർക്കൊരു വലിയ പ്രചോദനമാണ്. സാറാണ് ആക്ച്വലി ഫൈനലി അതിനെ എന്നെ ഒരു പോസിറ്റീവായ തീരുമാനം എടുക്കാൻ എനിക്ക് ആങ്കറായിട്ട് നിന്നത്. എനിക്ക് സംസാരിക്കാൻ സമയം കിട്ടില്ല. കാരണം ഞാൻ ഇന്നലെ എനിക്ക് ഓർഡർ വന്നത് അജയ് വിളിച്ച് പറയുന്നതിൻ്റെ രാത്രി 8 മണിക്ക് അല്ലേ. അപ്പോൾ എനിക്ക് അദ്ദേഹം സംസാരിക്കാൻ കഴിച്ചു. പക്ഷേ ഞാൻ പ്രേം പറഞ്ഞ കഴിഞ്ഞ കോൺക്ലേവ് വന്നപ്പോൾ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. അതിൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ എങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ചെറിയ വിവാദങ്ങൾക്കൊടുവിലാണ് അത് അങ്ങയുടെ ഒരു society. Its arguments are very good. It's a part of democracy. There should always be voices, opinions, and we take the good and move on. അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ കൂടെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു മാറ്റം സാധ്യമാകുന്നു. അല്ല, അവിടെ നിർണായക ഘട്ടത്തിലാണ് താങ്കൾ അക്കാദമി ചെയർമാനായി വന്നത്. രഞ്ജിത്തിനെ പോലെ ഒരാൾ മാറുമ്പോൾ പെട്ടെന്ന് ഗംഭീരമായി ഫെസ്റ്റിവൽ നടത്തി, നല്ല രീതിയിൽ പോയി. പക്ഷേ ഇനിയൊരു കാലാവധി എന്നൊക്കെ പറയുമ്പോഴേ ഒരു 6 മാസം കൂടി സർക്കാരുള്ളൂ, കുറച്ചു കാലം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പോകേണ്ടതല്ലേ ഏതാണ്? അല്ല, അതൊക്കെ സർക്കാരിന്റെ തീരുമാനമാണ്, സർക്കാരിന്റെയും പാർട്ടിയുടെയും ഒക്കെ തീരുമാനമാണ്. അത് അത്രേ ഉള്ളൂ, വേറെ അതിനകത്ത് കാര്യമൊന്നുമില്ല. ഇപ്പൊന്നുമില്ല, അതൊന്നുമില്ല. ഇത് ഗവൺമെന്റിന്റെ ഒരു തീരുമാനം, അതിനെ അംഗീകരിക്കുന്നു. അതുമല്ല, ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന പേരെന്നത് വളരെ അന്താരാഷ്ട്ര പ്രശസ്തനായ ഒരു വ്യക്തിയാണ് ഇപ്പോൾ വരുന്നത്. അത് തീർച്ചയായിട്ടും ഇപ്പൊ 30ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വരികയാണ്. അപ്പൊ അതിന് ആ ഒരു തരത്തിൽ ഒരു വലിയ ഒരു ലോക നിലവാരത്തിലുള്ള ഒരു പ്രതിഭ വരിക, അതിന്റെ ഒരു നേതൃസ്ഥാനം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അത് സ്വാഗതം ചെയ്യുന്ന ഒരു കാര്യമാണ്. സൂചന തന്നൂടായിരുന്നോ ആർക്ക്? അല്ല, താങ്കൾക്കൊരു സൂചന എവിടെന്നെങ്കിലും കിട്ടേണ്ടതായിരുന്നില്ലേ? അല്ല, അത് എനിക്ക് അതിനെ കുറിച്ചൊന്നും അഭിപ്രായം പറയാനില്ല.